നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണോ സിദ്ധാർത്ഥേട്ടനുമായുള്ള വിവാഹത്തിന് തയ്യാറാകുന്നത്? സിദ്ധാർത്ഥേട്ടന്റെ മാനസിക നിലയ്ക്ക് തകരാറുള്ള വിവരം ചേച്ചിക്ക് അറിയാവോ? മൊത്തൊരു സന്തോഷം കാണണല്ലോ. എന്തിറ്റി മലയ്ക്ക് സുഖമില്ലേ? പനിയുണ്ടോ? അയ്യോ, മലയൊക്കെ കരയാണോ? ഒന്നുമില്ല. ഇല്ല, ചുമ്മാ പറയാ. മലക കരയാ. എന്തിനാ സങ്കടം? എന്തിനാ വിഷമിക്കണേ? അതൊന്നും പറഞ്ഞ കുട്ടന് മനസ്സിലാവില്ല. ആര് പറഞ്ഞു മനസ്സിലാവില്ലെന്ന്? എനിക്ക് മനസ്സിലാവും. എന്റെ സങ്കടം പറ മലാക. ഞാൻ എന്റെ കല്യാണത്തെ പറ്റി ഓർത്തതാ. മലകിപ്പ എന്താ ഓർത്തേ? ഒന്നുമില്ല. എനിക്കറിയാം, കല്യാണം. മലക ആരെ കല്യാണം കഴിക്കാൻ പോണേ? മലക കല്യാണം കഴിക്കാൻ പോണേ ഞാനല്ലേ? കുട്ടനാ മലക കല്യാണം കഴിക്കാൻ പോണേ. മലക ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാ മലകന്റെ വീട്ടിലേക്ക് വരുമല്ലോ. പാവം കുട്ടൻ ബോധമില്ലാതെ എന്തൊക്കെയാ പറയുന്നേ. മലക ചിരിച്ചേ. കുട്ടൻ ഞാനെന്നാ പോയിക്കോട്ടെ. അയ്യോ, മല എങ്ങോട്ടാ പോണേ? പോണം കുട്ടാ, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. പിന്നെ കാണും. പോവല്ലേ മലക. കുട്ടാ, മലക പോയോ? പോയി മാമ. വേണ്ട കേട്ടോ, വിഷമിക്കണ്ട. ദാ ഈ ഐസ്ക്രീം കഴിച്ചോ. മോളെ എങ്ങനെയുണ്ട്? ഒരുപാട് വേദനിക്കുന്നുണ്ടോ? ഒന്നും വേണ്ടിയില്ലെങ്കിലും നീ അനുഭവിക്കുന്ന പ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സുഖാവും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖപ്പെടും. അതിനുവേണ്ടി എല്ലാരും മനോരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. നിനക്ക് ജാതകദോഷം ഉണ്ടെന്നുള്ള കള്ളങ്ങള് സുലോചന ആന്റി അഞ്ജിതയും ചേർന്ന് മനഞ്ഞതാണെങ്കിലും അതേതാണ്ട് അച്ചട്ടായതുപോലെയായി. ആക്സിഡന്റ് ആയതോടെ നിനക്ക് ജാതകദോഷം ഉണ്ടെന്ന് തന്നെ ഋഷിയുടെ വീട്ടുകാരിപ്പോ ഉറച്ചു വിശ്വസിക്കുക. ഇതൊക്കെ കാണുമ്പോ എനിക്ക് പേടിയാവുക മോളെ. എന്തായാലും വല്ലാത്ത വിധിയായിപ്പോയി. ഇപ്പൊ എല്ലാരും ചേർന്ന് നിന്റെ ജാതകദോഷം മാറ്റിയെടുക്കാനുള്ള ശ്രമത്തില. ജാനകി മാഡം ഈ ആവശ്യമായിട്ടൊരു സിദ്ധനെ പോയി കണ്ടിരുന്നു. അദ്ദേഹം ഒരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിഹാരം മറ്റൊന്നുമല്ല, നിന്റെ ജാതകദോഷം മാറണമെങ്കിൽ ഋഷിയുടെ വീട്ടുകാരും നമ്മുടെ വീട്ടുകാരും തമ്മിൽ ഇനി ഒരു വിവാഹ ബന്ധം കൂടി നടക്കണം. അഭിഷേകിനെ കൊണ്ട് അഞ്ജിതയെ വിവാഹം കഴിപ്പിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ആ വിവാഹം നടക്കണമെങ്കിൽ ഋഷിയുടെ ചേട്ടനുമായിട്ട് എന്റെ വിവാഹം നടക്കണം.
എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ, അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കുക. എല്ലാം അവരൊക്കെ തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. ഒരു കണക്കിന് ഋഷിയുടെ ചേട്ടൻ എന്നെ വിവാഹം കഴിക്കുന്നത് നല്ല കാര്യം തന്നെയാ. ആ, വിവാഹം കഴിഞ്ഞാലും എനിക്ക് എന്റെ അനിയത്തിമാർക്കൊപ്പം താമസിക്കാമല്ലോ. ചേച്ചി എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണോ സിദ്ധാർത്ഥേട്ടനുമായുള്ള വിവാഹത്തിന് തയ്യാറാകുന്നത്? സിദ്ധാർത്ഥേട്ടന്റെ മാനസിക നിലയ്ക്ക് തകരാറുള്ള വിവരം ചേച്ചിക്ക് അറിയാവോ? മലക മലക മലക. ഹായ്, എന്റെ മലകല്ലേ ഇത്? കൊട്ടാ, മലകെ, ഇന്ന് നമ്മുടെ കല്യാണല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.